11 വർഷങ്ങൾക്ക് മുൻപ് വിദ്യാർത്ഥികൾ കോപ്പി അടിക്കുന്നത് അധ്യാപകൻ കണ്ടെത്തുന്നു. അതിനെ ഒരു വൈരാഗ്യം പോലെ മനസ്സിൽ വെച്ച് SFIയുടെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അവരുടെ ഒരു പക്ഷം അധ്യാപകനെതിരെ ലൈംഗിക ആരോപണ കേസ് കൊടുക്കുന്നു. അധ്യാപകൻ ജയിലിലാകുന്നു. 11 വർഷത്തിനിപ്പുറം ആ അധ്യാപകൻ നിരപരാധിയാണെന്ന് കോടതി പറയുന്നു. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയപരമായ ഒരു അധ്യാപകനെ പോലും ചൂഷണം ചെയ്യുന്ന അല്ലെങ്കിൽ അധ്യാപകനെ പോലും വേട്ടയാടുന്ന ഒരു പാർട്ടിയായി മാറിയില്ലേ? വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത്. മനുഷ്യ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. അതായത് ഒരു അധ്യാപകനാണ് അറിവ് പകർന്നു കൊടുക്കുന്ന അധ്യാപകൻ. നമുക്കറിയാം, ധാരാളം കേസുകൾ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. അധ്യാപകർ ഇങ്ങനെ കുട്ടികളെ ചൂഷണം ചെയ്യുന്ന, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ചൂഷണം ചെയ്തിട്ടുള്ള ഒരുപാട് ജനുവിനായിട്ടുള്ള നിരവധി കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ഈ പുറത്തു വന്ന സംഭവം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വിദ്യാർത്ഥികളും അധ്യാപകനോട് ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു കൊടും ക്രൂരതയാണ്. ഈ സംഭവം നടക്കുന്നത് 2014 അദ്ദേഹം അന്ന് അവിടെ മൂന്നാറിലെ ഗവൺമെൻറ് കോളേജിലെ അസിസ്റ്റന്റ് ചീഫ് എക്സാമിനർ ആയിരുന്നു. അപ്പോൾ 2014 2ാം സെമസ്റ്റർ എക്കണോമിക്സിന്റെ പരീക്ഷ നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളാണ്, അദ്ദേഹം പറഞ്ഞതാണ്, ഇന്ന് മാധ്യമങ്ങളിൽ പ്രതികരിച്ചതാണ്. അദ്ദേഹം എക്സാം നടക്കുമ്പോൾ വലിയ രീതിയിൽ അവിടെ കോപ്പിയടി നടന്നു. എക്കണോമിക്സിൽ എങ്ങാണ്ട് 8 കുട്ടികളാണ് പരീക്ഷ ആകെ എഴുതിയത്. അതിൽ 5 കുട്ടികളും കോപ്പി അടിച്ചു. അവരെയാണ് 5 കുട്ടികൾ വിദ്യാർത്ഥിനികളെയാണ് പിടിച്ചത്. അങ്ങനെ ഈ അദ്ദേഹം ഈ കോപ്പിയടി റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇൻവിജിലേറ്റർ ഈ പരാതി റിപ്പോർട്ട് ചെയ്യുന്നില്ല, പ്രിൻസിപ്പളിന് റിപ്പോർട്ട് ചെയ്യുന്നില്ല. പ്രിൻസിപ്പൾ ഇതിനൊക്കെ കൂട്ടു നിൽക്കുകയാണ്. പിന്നീട് ഓണം ഈ പരീക്ഷ കഴിഞ്ഞിട്ട് ഓണാവധിക്ക് പോവുകയാണ്. ഓണാവധി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴാണ് ഈ അധ്യാപകൻ മനസ്സിലാക്കുന്നത് എനിക്കെതിരെ ഇങ്ങനെ ഗുരുതരമായ പീഡന പരാതി 5 വിദ്യാർത്ഥിനികൾ കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന പോലെ ഇൻവിജിലേറ്റർ ഒന്നും തന്നെ ഈ പരാതി സർവകലാശാലയ്ക്ക് താൻ കൊടുത്ത ഈ കോപ്പിയടി പരാതി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഉടനെ അദ്ദേഹം നേരിട്ട് വിളിച്ച് സർവകലാശാലയെ വിളിച്ച് ഈ പരാതി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അദ്ദേഹത്തിനെതിരായ ഒരു ഗൂഢാലോചന അവിടെ നടന്നു കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ അധ്യാപകര്, പ്രിൻസിപ്പള്, ഈ ഇൻവിജിലേറ്റർ ആയിട്ടുള്ള ആളും ഒക്കെ തന്നെ ഇദ്ദേഹത്തിനെതിരായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹത്തെ ഒരു പീഡന പരാതിയിലെ കുറ്റക്കാരനാക്കി മാറ്റി അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിനെ അവിടെ ദേവികുളം കോടതി 4 കേസുകളാണ് അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്തത്. 2 കേസുകളിൽ ദേവികുളം കോടതി അദ്ദേഹത്തെ ശിക്ഷിക്കുന്നു. പിന്നീട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. കോടതിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അദ്ദേഹം പറയുന്നത് താൻ തെറ്റുകാരനല്ലാത്തത് കൊണ്ട് നിയമ പോരാട്ടവുമായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഏതാണ്ട് 11 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം നിരപരാധിയാണ് തൊടുപുഴ സെഷൻസ് കോടതി വിധിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയൊരു പോരാട്ട വിജയമാണ്. പക്ഷേ അവിടെ നടന്നിരിക്കുന്ന ഒരു നീതിരാഹിത്യം, അല്ലെങ്കിൽ ഒരു അധ്യാപകനെ തങ്ങളെ കോപ്പിയടിച്ചതിനെ പിടിച്ചതിന്റെ പേരിൽ ഒരു അധ്യാപകന് നേരെ എങ്ങനെ ഈ ലൈംഗികപരമായ ആരോപണങ്ങൾ വഴിതിരിച്ചു വിടാം. തങ്ങൾക്ക് അല്ലെങ്കിൽ ആർക്കും, സ്ത്രീകൾക്കാണെങ്കിൽ പെൺകുട്ടികൾക്കാണെങ്കിലും ഒക്കെ തന്നെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൈരാഗ്യമുള്ള വ്യക്തിക്കെതിരെ ലൈംഗിക പീഡന പരാതി കൊടുക്കാം, അവരെ കൊടുക്കാൻ കഴിയുമെന്നുള്ള അതിൻ്റെ ഒരു നഗ്നമായ ഉദാഹരണമാണ് ഈ കേസ് നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസകരമായ കാര്യം വന്നിരിക്കുന്നു. തൊടുപുഴ കോടതി തന്നെ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. ഈ വിഷയത്തിൽ അദ്ദേഹം ഏതാണ്ട് 3 വർഷത്തോളം ജയിലിൽ കിടന്നു. അതാണ് ഏറ്റവും ഇതിനകത്തെ ഒരു ഗൗരവതരമായ കാര്യം എന്ന് പറയുന്നത്. 10 വർഷത്തോളം അദ്ദേഹം വേട്ടയാടപ്പെട്ടു. അതിൽ 3 വർഷം അദ്ദേഹം, നമുക്കറിയാമല്ലോ, അതാണ് നിരപരാധിയായ ഒരു അധ്യാപകൻ. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടികളോട് അപമര്യാദയായിട്ട് ഏതെങ്കിലും തരത്തിൽ പെരുമാറിയെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് ന്യായം, അദ്ദേഹത്തിന് പക്ഷം പിടിക്കേണ്ട കാര്യമില്ല. പക്ഷെ അദ്ദേഹം ചെയ്തത് ഈ പറയുന്ന വിദ്യാർത്ഥികളെ കോപ്പിയടിക്ക് പിടികൂടി എന്നത് മാത്രമാണ്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണത്. ആകപ്പാടെ 8 വിദ്യാർത്ഥികളാണ് എക്സാം എഴുതുന്നത്. അതും 2ാം സെമസ്റ്റർ എക്സാമാണ്. അതിനകത്ത് വ്യാപകമായ കോപ്പിയടി നടന്നു അദ്ദേഹം പറയുന്നു. അങ്ങനെയുള്ള 3-5 വിദ്യാർത്ഥിനികളെയാണ്, SFIയുടെ വിദ്യാർത്ഥിനികളാണ് അവർ, SFI പ്രവർത്തകരാണ് അവര് പരാതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത്, ഈ വിദ്യാർത്ഥികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പീഡന പരാതി എഴുതുന്നത് അവിടുത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ്. ഇടുക്കിയിലെ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ഈ പരാതി തയ്യാറാക്കുന്നത്. അപ്പോൾ നോക്കണം എത്രത്തോളം ഗൂഢാലോചന നടന്നത്. പാർട്ടി തലത്തിൽ നടന്ന ഗൂഢാലോചനയാണിത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ആ പരാതി എഴുതപ്പെട്ടത് എവിടെയാണ് എന്നുള്ളതിന്റെ ആ ഒരു തെളിവ്. ഇതായിരിക്കും സ്ത്രീപക്ഷ നിലപാട്. അതാണ്, അവിടെയാണ് വിഷയം എന്ന് പറയുന്നത്. അങ്ങനെ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഈ പരാതി എഴുതപ്പെടുന്നു. ഒപ്പം തന്നെ എന്താ പറയുക, അന്ന് MLA ആയിരുന്നു, ദേവികുളത്തെ MLA ആയിരുന്ന S. രാജേന്ദ്രൻ, CPMന്റെ. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം പാർട്ടിയുമായിട്ട് ഇടഞ്ഞൊക്കെ നിൽക്കുകയാണ്. അദ്ദേഹം ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ ഗൂഢാലോചന അദ്ദേഹം ഉൾപ്പെടെ പങ്കാളിയായിട്ടുണ്ട് എന്നാണ്
ഇന്ന് ഈ അധ്യാപകൻ ആനന്ദ് വിശ്വനാഥ്, പ്രൊഫസർ ആനന്ദ് വിശ്വനാഥ് അദ്ദേഹം പറയുന്നത്. എന്തായാലും CPM-ന്റെ അവരുടെ വിദ്യാർത്ഥി സംഘടനയുടെ, യുവജന സംഘടനകളുടെ ഒക്കെ ഒരു മുഖം ഈ വിഷയത്തിൽ, ഒരു സ്ത്രീ വിഷയത്തെ എങ്ങനെയൊക്കെയാണ് ഇവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, തങ്ങൾക്ക് അനുകൂലമായ ഒരു ഘടകമാക്കി ഇവര് ഒരു സമയത്ത് ഇതിനെ മാറ്റും. ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ വേറൊരു സാഹചര്യത്തിൽ അവർ തങ്ങളുടെ എതിരാളികളെ കുടുക്കാനായിട്ടുള്ള ഒരു ആയുധമാക്കി ഇതിനെ മാറ്റും. അങ്ങനെ പല രീതിയിൽ ഈ ലൈംഗിക സ്ത്രീ പീഡനത്തെ ഒക്കെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ട് CPM എന്നേ മാറിയിട്ടുണ്ട്. നമ്മൾ ഈ സന്ദേശ സിനിമയിൽ ഒരു പ്രതീകാത്മകമായിട്ട് നമ്മൾ പറയുന്നുണ്ട്, ഒരു വളരെ സറ്റേറിക്കായിട്ടൊരു സിനിമയാണ്. അതിനകത്ത് പറയുന്നുണ്ട് എതിർപക്ഷത്തെ കഴിവുള്ള യുവ നേതാക്കളെയൊക്കെ തന്നെ നമുക്ക് സ്ത്രീ കേസുകൾ ഉൾപ്പെടുത്തി അവരെ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. സമാനമായ രീതിയിലാണ് ഈ പറയുന്ന പോലെ CPM ഒക്കെ തന്നെ കഴിഞ്ഞ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ നേതാക്കന്മാരൊക്കെ തന്നെ ഇതുപോലെ ലൈംഗിക പീഡന കേസുകളിൽ ആരോപണ വിധേയരായാൽ അവരെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷിച്ചെടുക്കുക, എന്തെങ്കിലുമൊക്കെ ഏത് അറ്റം വരെയും പോയി അവരെ കുറ്റമുക്തരാക്കി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രതിരോധം തീർക്കുക, കവചം തീർക്കുക. അതേസമയം എതിരാളികളായിട്ടുള്ള ഒരു ആൾക്കെതിരെ ആരോപണം വന്നാൽ നേരെ സ്ത്രീപക്ഷ ആൾക്കാരായിട്ട് മാറിക്കൊണ്ട് അവരെ പരമാവധി ശിക്ഷിക്കാനുള്ള നടപടികളിലേക്ക് പോവുക. ഒപ്പം തന്നെ ഇതിന് രണ്ടിനും ഇടയ്ക്ക് നിന്നുകൊണ്ടാണ് ഇവരുടെ ഈ പറയുന്ന പോലെ വിദ്യാർത്ഥി സംഘടന ഉൾപ്പെടുന്ന ആളുകൾ ഉൾപ്പെടെ ഇതിനെ ലൈംഗിക പീഡനത്തെ ഒക്കെ തന്നെ എന്താ പറയുക, എതിരാളികളെ കുരുക്കാനുള്ള ഒരു ആയുധമാക്കി, രാഷ്ട്രീയ ആയുധമാക്കി പോലും ഈ സ്ത്രീ പീഡനത്തെ മാറ്റുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ എന്താ പറയുക, നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വിഷയമാണ്.